കാലത്തെ അണ്ണാച്ചിയോട്ട് ഒരു എന്നാ പറയാനാ വിജയൻ സാറേ, ഒരു കണക്കിനാ നമ്മുടെ സാറന്മാരുടെ ഞാൻ കുറിക്കാശ് പിരിച്ചെടുക്കുന്നത്. അതിനിടയിൽ ഏവന്മാർ അല്ലെങ്കിൽ കുറിക്കാശ് പറഞ്ഞേനെ. ഇത്തവണ വല്ല അഡ്ജസ്റ്റ്മെന്റ് നടക്കോ ജോസഫ്? ഇത്തവണ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല വിജയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇല്ല. ജുവലറിക്കാരനുണ്ടല്ലോ, എന്താ കടയുടെ പേര്? ഈ ടി വിയിലൊക്കെ ഒരു കൊച്ചു പാട്ടും പാടി. എന്തോ ആയിക്കോട്ടെ. പരീക്ഷയൊക്കെ അടുത്ത് വരികയല്ലേ, ഒരു ഇൻവേർട്ടർ വാങ്ങണം. ഇപ്പൊ തന്നെ കറണ്ട് കെട്ട് അരമണിക്കൂറാ. ഈ ചൂട് മേലുമൊക്കെ കണ്ടിട്ട് ഇതിന് അരമണിക്കൂറിലൊന്നും നിൽക്കുമെന്ന്. എന്തിനും ജോസഫിന് ഒരു പ്ലാനിങ് നോ പറയില്ല. എന്റെ പൊന്ന് സാറേ, പ്ലാനിങ് ഇല്ലാതെ ഇടക്കാല ആശ്വാസം വരുന്നത് നോക്കിയിരുന്നു. പറഞ്ഞ നേരാ, ഇടക്കാല ആശ്വാസം നോക്കിയിരിക്കുക നമ്മള്. നമ്മുടെ ചില സെക്രട്ടറിമാരെക്കാൾ സെറ്റപ്പാ അയാൾക്ക് ഈ തിരുവനന്തപുരത്ത്. ഒന്നിങ്ങോട്ട് വരാമോ എന്ന് വെച്ചാ പ്രയത്നം ഒരാളെ സമ്പന്നനാക്കും, ഇല്ലാത്തവനെ ദാരിദ്ര്യത്തിലാക്കും എന്നാ തിരുവള്ളുവർ പറയുന്നത്. സമ്മാനമൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു. ഒക്കെ അറിയില്ലേ, ഇത്ര വലിയ സമ്മാനമൊക്കെ അടിച്ച എല്ലാരും ഒന്ന് അറിയും. കാര്യം ചെയ്യ്, ആ 234127 വിളിച്ച് ആ കമ്പ്യൂട്ടർ സെന്ററുകാരനോട് വന്നൊന്ന് സർവീസ് ചെയ്ത് തരാൻ പറ. ചിലപ്പോ ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി ആ കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിടം വെക്കാൻ പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞാ ലേശം ബുദ്ധിമുട്ട് തന്നെയാ. അതല്ല നിങ്ങൾ ഒരു കാര്യമില്ല, മുഖം നോക്കാതെ ഭരണം നടത്തണം നമ്മുടെ മുഖ്യം പറഞ്ഞേക്കണത്. നടക്കണ കാര്യമാണ്. സാഹിബൊന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. ഇനി അഥവാ തന്നെ വന്നാ അതെന്നാ അതിനുമ്പ് കെട്ടിടം അവിടെ പൊങ്ങണം. കെട്ടിടം അവിടെ വന്നാ കാറിനും ലോറിക്കൊക്കെ സ്റ്റിയറിംഗ് വെച്ചിരിക്കണത് അല്ലേ? സാർ, ഇതേ കാരണവുമായി വന്ന ഒരു 3 സെന്റുകാരിയുടെ വേണ്ട സാർ, അങ്ങനെ എഴുതണ്ട. ആരും നോക്കിയാലും വലിയ കുറ്റം വരാത്ത രീതിയിൽ ഒരു റിപ്പോർട്ട് അത് രണ്ടിനും കൂടി ഉണ്ടാക്കിയാൽ മതി. യൂണിയൻ നേതാവാ. ഏതെങ്കിലും ഒരു കോങ്കണ്ണി നോക്കി ഒന്ന് കണ്ണ് തിരുമ്മിയാ മതി. നമ്മൾ കഴിക്കുന്നതിനിടയിൽ അവൻ കൊണ്ടുനടന്ന് വിൽക്കുന്ന എന്തിനാ? അവൻ ആവശ്യക്കാരനെ അറിയാം, അതാണ് അവന്റെ പ്ലാൻ. പേര് അത്ര ടെൻഷനൊന്നും അടിക്കണ്ട. ചിരിച്ചോണ്ടിരുന്ന് അങ്ങും ഇങ്ങും തൊടാതെ റിപ്പോർട്ടിങ് എഴുതി തന്നെ ബാക്കി പ്ലാനിങ് ഒക്കെ ഞാൻ നടത്തിക്കോളാം. अब तो कार भी पता नहीं ले भी सकता है, नहीं भी ले सकता. इन्वर्टर लेना है इसके. റിവിഷനൊക്കെ മോൻ ഇപ്പോഴേ ടെക്നിക് മാൻ. അടുത്ത PTA മീറ്റിംഗില് സ്റ്റുഡൻസിനെയും പേരൻസിനെയും വെച്ചൊരു ക്ലാസ് എടുക്കണമെന്നാ പ്രിൻസിപ്പൾ പറയുന്നത്. കണ്ടോ ലീവ് എടുത്ത് വീട്ടിലെത്തി കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഒപ്പം ഡിവോഴ്സിന്റെയും സൂയിസൈഡ് ടെൻഡൻസിയുടെയും കാര്യത്തിലും നമ്മൾ ബന്ധം വേർപിരിയുക. സൂയിസൈഡ് സ്വയം ഇല്ലാതാകുക, പിരിയുക, ഇല്ലാതാകുക. 2 നെഗറ്റീവ് വേർഡ്സ് ഇല്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലർക്കും ഇവിടെ ജീവിതം പരാജയമാണ്. എങ്കിൽ നമ്മൾ എന്തിനു പഠിക്കണം? Am I correct? പെടുന്നതും ആവശ്യപ്പെടാത്തതുമായ പലതും വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ അവരെ തലോടാറുണ്ടോ? സപ്ലൈ ഓഫ് സ്റ്റിമുലേഷൻ. ഈ തലോടൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഇത് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന പേരൻസിൽ നിന്നും അച്ഛന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുള്ള ആർക്കെങ്കിലും സ്ത്രീ എന്ന് ആർക്കെങ്കിലും മുന്നോട്ട് വന്ന് ഈ മൈക്കിലൂടെ പറയാൻ കഴിയുമോ? മൈക്കിലൂടെ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ചെവി ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. അവർക്കത് താങ്ങാൻ കഴിയുന്നതല്ല. മാനസികമായി അത് അവരെ തളർത്തും. പിന്നെ നിങ്ങൾ എന്തിന് കുട്ടികളുടെ ചെറിയ ചെറിയ കഴിവുകളിൽ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. ഇത് പാഠം 2ഉം 3ഉം എടുക്കുക. ഞാൻ മൈക്കിന് മുമ്പിൽ ആദ്യം നിൽക്കുന്നത് 10ാം ക്ലാസ് വെച്ച വിറച്ചുകൊണ്ട് അന്ന് ഞാൻ പാടിയ ഭാരതിയാർ കവിത ഉപയോഗിക്കുന്നത്. സോ ഇൻക്രീസ് യുവർ എനർജി ലെവൽ. ലോകത്തിലെ പ്രഗത്ഭരായ വ്യക്തികളെയൊക്കെ നോക്കിയാൽ അവർ വളരെ ശ്രദ്ധിക്കണം. ഈ മെമ്മറി ടെസ്റ്റിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 10 വാക്കുകൾ പറയും. ആ പറയ ഹാപ്പി ബർത്ത്ഡേ സെക്രട്ടറിയേറ്റ്. ഇതേ ഓർഡറിൽ പറയാൻ പറ്റുമോന്ന്? ഓക്കെ, സ്റ്റുഡൻസ് കഴിഞ്ഞാണ് ഡോക്ടർ. അടുത്തത്
प्लीज उसी को उठा रहा है जो बात कर रही थी प्लीज कम फॉरवर्ड यू कैन ये कर रही थी ना बात ഈ 10 വാക്കുകളും മാഡത്തിനെ കൊണ്ട് ഞാൻ ക്രമമായി പറയിപ്പിക്കും. അറിയാമെങ്കിൽ പറയാമല്ലോ, കള്ളം പറയില്ലല്ലോ. ക്ലോസ് യുവർ ഐസ്. ഒരു ദീർഘശ്വാസം എടുക്കുക, കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, സാവധാനം പുറത്തേക്ക് വിടുക. കണ്ണ് തുറക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. കോറിഡോർ, സ്റ്റുഡൻറ്, ഡോട്ടർ. അവൾ തന്റെ കൂട്ടുകാരിയുടെയോ കൂട്ടുകാരൻ്റെയോ ഒപ്പം ഒരു ഹോട്ടൽ. वही कहानी बता रहा है जो होटलों के അവൾ കൂട്ടുകാരിയുടെ നേരെ ഗിഫ്റ്റിനായി ഗിഫ്റ്റ്. കൂട്ടുകാരി ഹാപ്പി ബർത്ത്ഡേ പാടി. അവർ വിൻഡോയിലൂടെ अच्छा अपने बेटे को नहीं रखा उसने उसके बेटे ने बताया होगा ना जो कुछ वही सब कह रहा हूँ. സെക്രട്ടറി കഥ കഴിഞ്ഞു. നൗ ഓപ്പൺ യുവർ ഐസ് സ്ലോലി. സാവകാശം എല്ലാവർക്കും കണ്ണു തുറക്കാം. ഓർത്താ മതി, വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി. सेक्रेटेरिएट, इंकलाब जिंदाबाद, रिवर्स ऑर्डर में कर रही है स्टूडेंट्स, कॉरिडोर. जब उसने उसे इस स्टोरी के जरिए तब सुनाया तब जाके उसे वो वर्ड्स याद रहे. जब सिंपली बताए थे उसने इस आदमी को तब नहीं रहे याद. सिर्फ कितने बड़ी പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാറും മോനും കൂടെ ഇങ്ങനെ കളിച്ചു നടക്കല്ലേ. അത് കൊള്ളാം. തേടി നടന്നത് കാലെ ചുറ്റിയ പോലെ ഞങ്ങള് സാറിനെക്കാളും വീട്ടിലോട്ട് വരുമായിരുന്നു. ഇതെന്താ തമ്പുരൊക്കെ കലോത്സവം അടുത്തു. ഒറ്റ പാട്ടേ അറിയത്തുള്ളൂ. എന്നതാടി മോളെ അത്? ഇത് ഭാരതീയരുടെ കവിതയല്ലേ? പക്ഷേ ഇവളാ സാറെന്നാ മീറ്റിംഗ് പാടിയ പാട്ടോർത്തെ. അതാകുമ്പോ ഒരു വെറൈറ്റി ആകുമല്ലോ. അതും ഭാരതീയരുടെ കവിതയാ. അതൊക്കെ ഈ കൊച്ചു രണ്ടാൾക്കും ഇതിനെ കുറിച്ച് വലിയ വിവരമില്ലെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂട്ടണോ? രമേശൻ സാറിന് 10ാം ക്ലാസ്സിൽ പാടാമെങ്കിൽ ഇവക്ക് 9ാം ക്ലാസ്. ഞാൻ എഴുതി ഇവന്റെ കയ്യിൽ നാളെ സ്കൂളിൽ കൊടുത്തു വിടാം. എഴുതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് പാടണ്ടേ. नहीं रिकॉर्ड करने के लिए. अच्छा ये भी आएगा. भूल गया और उसका जगरी माँ देखो ആദ്യമേ പറയില്ലേ, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷ. याद नहीं आ रहा उससे आगे. മോനെ അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ശരി ടീച്ചർ. पता नहीं क्यों याद नहीं रहा इसे. सोचने पे मजबूर हो गया. ഞാനൊരു ഹേയ്, ഈ ജമ്പിങ്ങിലും സ്മാഷിങ്ങിലും ഒന്നും അല്ല കാര്യം, പ്ലേസിങ്ങിലാ. അതിന് പന്തേ നോക്കി ചാടിയാ പോരാ, എതിരാളിയുടെ കണ്ണി നോക്കും. ബാർ തുടങ്ങാനുള്ള കോളുകൾ തന്നെ നമ്മുടെ സോഫിയാനിയുടെ വർഗീസങ്ങളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വന്ന് കേറിയപ്പോ കേട്ടത് സോഡകൾ ഓ, ഇത് കാട്ടും മുഖം എന്ന് അപ്പച്ചി എപ്പോഴും പറയും. അപ്പന്റെ കണ്ണി നോക്കി തന്നെയാ അച്ഛൻ ഈ കള്ളത്തിനെ കണ്ടുപിടിക്കുന്നല്ലേ. ഞങ്ങൾ താഴെ നിറഞ്ഞു. ഹലോ രമേശ്, ഹലോ, എന്തൊക്കെയുണ്ട് സാർ സമാധാനങ്ങൾ? നമ്മുടെ സെക്രട്ടേറിയറ്റ് സർക്കാർ ഇല്ല ഞാൻ മരിക്കില്ല. ഹലോ മനു, ഹൗ ഈസ് യുവർ സ്റ്റഡീസ്? കുഴപ്പമില്ല. ആർ കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടാക്കാനാ പഠിക്കുന്നേ? ഇത്തവണ റാങ്ക് കിട്ടില്ല. ഭാഗവതരം കൊണ്ട് ഒന്നും പറയണ്ട, വലിയ ഡിമാൻഡുള്ള ആളാ. 5-6 കലാതിലകവും 3-4 സിനിമാ നടിമാരും. डांस कर अपनी बेटी को സാർ അത് വന്ന് இந்த സന്ധ്യയും കാലവും ഒക്കെ നോക്കിയിരുന്ന डांस टीचर ഒരു വർഷം കൊണ്ട് बुला रहे പഠിക്കേണ്ടത് शायद. ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുമോ? അറബി കവിതയാകുമ്പോ പിള്ളേര് കുറവായിരിക്കും. സോഫി, ആ ഒന്നിങ്ങോട്ട് വന്നേ. എന്തെങ്കിലും वो ഒക്കെ कैसेट देख रहा है बस. കിട്ടിയില്ലെങ്കിൽ എനിക്ക് याद करने की कोशिश कर रहा हूँ. ഇരുന്നത് തന്റെ ഭാഷയും ദേശവും ഒക്കെ കണ്ണമ്മയായിരുന്നു. അമുദൂറ്റിനേനു अभी बचपन में सोच रहा है ना.
उस गाने को बचपन से गाता था ഒരു ना കലാശം എടുത്ത് എന്തിനാച്ചാ लिख रहा है इस पानी भी साफ नहीं किया उसने, सीधा लिख रहा है। याद आ गया शायद सुना कि आगे की लाइन है हाँ अबे वो पूरा भीग के कागज अरे अपने बेटे से लिखवाता। फिर से भूल गया कि കവന്നാളാ ഇവിടെ നിന്ന് ഇതാ പണി. എന്തിനായിട്ടാ ഇങ്ങനെ പാത്തും പതുങ്ങി നിന്ന് വലിക്കുന്നേ? കുറച്ചുമ്പ് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു अब से टेंशन होने लगती। ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ മാഞ്ഞ പോലെയോ മറന്ന ആരെയും അറിയിക്കാതെയുള്ള ഈ ടെൻഷൻ ആഴ്ച 3-4 കഴിഞ്ഞിട്ടും റിപ്പോർട്ടും ഇല്ല ഫയലും ഇല്ല എന്ന് വെച്ചാ എന്താളെ കൊയ്യക്ക എന്റെ ബലമായ സംശയം 24 മണിക്കൂറിനുള്ളിൽ ആ ഫയൽ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കണം. कोई फाइल हो गई शायद തോനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞമ്മള് ഇരിക്കുന്നേ അടുത്ത ആയിട്ട് നമ്മൾ മസ്കറ്റിന് വന്നായി മന്ത്രി പറഞ്ഞത് വെച്ച് സാറിന് वो काम गुस्सा आ गया उसे। बाड़ो फाइल भूल के शायद कहीं ढूंढने लग गया सब कागज। എന്തുമായി കിടന്ന് തപ്പുന്നേ? ഓഫീസിലെ 2 ഫയൽ കാണാനില്ല. ചേട്ടൻ എന്ത് പ്രാന്തായി പറയുന്നേ? ഇത് എവിടെ പോയി കിടക്കുന്നു? നീ ഇവിടെ എങ്ങാനും 2 ഫയൽ കണ്ടോ? ചേടാ ഇത് നല്ല കാര്യമായി. ഞാനൊരു ഫയലും കണ്ടില്ല. അല്ല ഇവിടെ ഇരുന്നാ മതി. മനോ നീ അച്ഛന്റെ ഫയലും എല്ലാം കണ്ടോ അവിടെ? സെക്കൻഡ് ടൈം തുടങ്ങിയ പിന്നെ ഫയലൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ അമ്മേ. എങ്ങനെ അമ്മ? അല്ല നേരത്തെ കാര്യം. सब जगह ഞാൻ ढूंढ ഇത്രയും നേരം തലയിട്ട് बेड के नीचे भी है അറിയോ? എല്ലാം പെറുക്കി കെട്ടി അങ്ങോട്ട് തള്ളി. सभी आने लगे उसे। കണ്ടോ 1991 രാജീവ് ഗാന്ധി അസാസിനേഷൻ. കണ്ടോ ഭദ്രമായി ഞാൻ അലമാരി സൂക്ഷിച്ച സാധനം കൊണ്ട് തള്ളിയിരിക്കുന്ന അടം കണ്ടില്ലേ? പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. ഇങ്ങനെയാണ് ആ ഫയൽ. उसकी बेटी कैसे गिरी उसे? പബ്ലിക് ലൈബ്രറി കുത്തിയിരുന്ന് നോക്കിയാ കിട്ടാ. അച്ഛൻ ചുമ്മാ നമ്മളെ കളിപ്പിക്കും. ओ भयंकर सब ढूंढ दिया उसने। ओ भयंकर उसके बच्चे कहाँ सोएंगे ऐसे में? ഹലോ ഹലോ നേരത്തെ കുളിച്ചല്ലോ. अब यो रिलैक्स पानी पीने के बाद। ആ എഴുന്നേൽക്ക്. അമ്മേ കഴിക്കാൻ വിളമ്പിക്കോ. हैं ये नहीं खा रहे काम। നമ്മുടെ ലങ്സിന്റെ 1/3 ഉപയോഗിക്കുന്നുള്ളൂ എന്നാ യോഗ ക്ലാസ്സിൽ പറഞ്ഞേ. അത് നോർമൽ ബ്രത്ത്. ഒരു ഡീപ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ ഇതെന്നാ പാൽക്കഞ്ഞി കുടിക്കുന്നത്? അച്ഛൻ വഴക്കുണ്ടാക്കിയോണ്ട് കൂട്ടാനൊന്നും വെച്ചില്ല. അതിനടി കൊച്ചിന് കൂട്ടാനൊന്നും വെച്ച് കൊടുക്കാൻ ഞാൻ. कौन आ गया वृंदा रात को? അങ്കിളെ ഈ ചിക്കൻ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാവോ? ഞങ്ങളുടെ ഫ്രിഡ്ജ് ഫുള്ളാ. चिकन ला रही है और की फाइल उसने अच्छा, और की फाइल है। फ्रीजर में। ओ भयंकर ഇല്ലില്ല ഞാൻ എന്തിനാ ഈ ഫ്രീസറിനകത്ത് फ्रिज में क्यों रखे? किसने की फ्रिज में? इसी में रखी होगी शायद। अच्छा इसी ने रखे मतलब फ्रिज में। വഴിയൊക്കെ ഉണ്ട്. ഒരു 100,000 കാര്യമല്ല തലയിലിട്ടോണ്ട് നടക്കുന്നത്. പിന്നെങ്ങനെ? इसको मतलब कोई शायद प्रॉब्लम हो रही है जिस वजह से चीज़ों को भूल रहा है ना. काफ़ी टाइम से भूलने लग गया उस चीज़ों को. अच्छा आप डॉक्टर से चेकअप करा രീതിയിലുള്ള ഇത്തരം മറവികൾ സാധാരണ എല്ലാ
വളരെയാണെന്ന് പറയാറില്ലേ, അപ്പോൾ സംഭവിക്കുന്ന ഡീകെ അത് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടാവും. ഒരുപാട് മോഹങ്ങളുടെ ഇടയിൽ ചില ചെറിയ മറവികൾ ഒരു അനുഗ്രഹമാണ്. നന്നായി എക്സസൈസ് ചെയ്യുക, നടക്കുക. एक्सरसाइज कर रहा था खूब सारी. एक्सरसाइज तो करता ही है. കുറെ നാളായല്ലോ തന്നെ മിനി ഇതന്നെ വായിച്ചോണ്ട് നടക്കുന്നു. അവിടെ ഇവിടെ നോക്കി തട്ടി വീഴണ്ട. പോടാ, എനിക്കറിയാം എന്റെ ടെൻഷൻ. ഈ കുന്ത എത്ര ഉച്ചയ്ക്ക് പോകുമ്പോഴെങ്കിലും ഒന്ന് മനസ്സമാധാനമായി പോവരുതോ? അവൻ ചുമ്മാ അതും ഇതും പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക. പിന്നെ ആന്റി ഇത്രയും കാലം പഠിക്കാത്ത डॉक्टर भी उसने आँख की आँख देखी, बस टेस्ट भी नहीं किया कुछ. എന്നാ വെറുതെ डॉक्टर ने टेस्ट भी नहीं कराया कुछ. എന്തായാലും പാതി മാർക്ക് നിനക്ക് ഉറപ്പാ ദൈവത്തിന്റെ. उस डॉक्टर ने सोचा ऐसे ही नॉर्मल वैसे लोग भूलते ही हैं, वैसा ही है. साइकिल पंचर हो गया. नॉर्मल वे में वो भूल नहीं रहा. उसके पापा जा रहे हैं, अपने पापा के साथ जाएगा. मम्मी പ്രാർത്ഥിച്ചോടെ. धक्का दे के आए क्या स्कूटर? കാലത്തിന് എല്ലാ വണ്ടികളും എടുക്കാറില്ലാണല്ലോ. എന്റെ സൈക്കിൾ പഞ്ചറാ. है क्या हो गया उसको? രണ്ടാളും കൊള്ളാം. സ്വിച്ച് ഓൺ ആക്കാതെയാണ് ഈ ചവിട്ടിൽ ഉന്തലൊക്കെ നടത്തിയത്. വണ്ടി എടു. പരീക്ഷ स्विच ऑन करना भूल गया था कुछ. ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയതാണ്. ये भूल रहा चीज़ों को बहुत ज़्यादा. ये समय लग रहा भूलने की बीमारी हुई इससे ना. സ്വിച്ച് ഞാൻ ഓൺ ചെയ്താണ്. എന്താ ഞാനും ചോദിക്കുന്നേ. അന്നേരം പിന്നെ അതൊന്നും പറഞ്ഞ് തർക്കിച്ചില്ല. അങ്ങനെ എങ്ങനെ അച്ഛൻ എന്ന കാലത്ത് പല്ല് അയച്ചായിരുന്നോ? शायद प्रेस करना भूल गया. അതാണ് ഇപ്പൊ വലിയ കാര്യം. അതൊക്കെ നമ്മൾ എന്തിനാ ഓർത്ത് വെക്കും. अच्छा, इसने अपने बेटे का टूथब्रश यूज किया. അച്ഛൻ എന്തിനാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിനോ? അയ്യോ അച്ഛനത് എവിടെ പോവാ? अबे भी भूल गया. ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്തോ. ये सारी चीज़ें भूलने लगी. ചുവപ്പ് കളറായിരുന്നല്ലോ. വേറെ മാറിയോ? उसी भी याद नहीं नहाते कि नहाया. बे ध्यान कहाँ है उसका? तो रेड लाइट लग गई. अबे बे बे बे. കാലത്ത് ഇറങ്ങിക്കൊള്ളോരത്ത് മരട വെക്കാനായിട്ട്. अबे बे 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 हो जाएगा ये ऐसा. 100 രൂപ ഇങ്ങടിക്ക്. ആഴ്ചയിൽ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. इससे क्यों आया? സാധാരണ ഞാൻ